ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ശോഭിക വെഡിങ്സ് നിലമ്പൂർ. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദ് അനുസ്മരണവും ദേശീയ സെമിനാറും സെപ്റ്റംബർ 25-ന് നിലമ്പൂരിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രശസ്തമായ കാര്യമാണ്. ജില്ലാ രൂപീകരണം തൊട്ട് മുതൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പിന്നിട്ട വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങൾ മാത്രമാണ് പ്രധാനമന്ത്രി നമ്മോടൊപ്പം ഭൗതികമായിട്ട് ഇല്ലാത്തതെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന ശൈലിയും ഒക്കെ ജില്ലയുടെ അന്തരീക്ഷത്തിൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നേതാക്കൾ ഇപ്പോഴും ഒളിമക്കാതെ നിൽക്കുന്ന ഒന്നാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും 30 വർഷത്തിലേറെ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ 2ാം ചരമവാർഷികാനുസ്മരണവും ദേശീയ സെമിനാറും സെപ്റ്റംബർ 25-ന് നിലമ്പൂർ കോടതിപ്പടിയിൽ പ്രത്യേകം സജ്ജമാക്കുന്ന വേദിയാൽ നടക്കും. ഇതിന്റെ ഭാഗമായി നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ അനുസ്മരണം നടത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം നിലമ്പൂർ തിരിച്ചുപിടിക്കുകയാണെന്ന് KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവും വണ്ടൂർ MLA-യുമായ AP അനിൽകുമാർ പറഞ്ഞു. പല സുപ്രധാന കാര്യങ്ങളിലും ആര്യാടൻ മുഹമ്മദിന്റെ വാക്കുകൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നതായും അനിൽകുമാർ അനുസ്മരിച്ചു. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം KT കുഞ്ഞാൻ, KPCC അംഗങ്ങളായ NA കരീം, VA കരീം, A ഗോപിനാഥ്, എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാനായി ജേക്കബ്, ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതിക്കും രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.